അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചേലക്കര മണലാടി കൊണ്ടപ്പുറം ഭാഗത്ത് കാട്ടുതീ പടർന്നു പിടിച്ചു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തീ അണയ്ക്കാനായത് വലിയ അപകടം ഒഴിവാക്കി. ചേലക്കര മണലാടി കൊണ്ടപ്പുറം ഭാഗത്ത് ഇന്നുച്ചയ്ക്ക് ഏകദേശം 2 മണിയോടുകൂടി കാട്ടുതീ പടർന്നു പിടിച്ചു. വഴിപോക്കർ ആരെങ്കിലും ബീഡിയോ സിഗരറ്റോ വലിച്ചു പുറത്തേക്ക് എറിഞ്ഞതാകാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ പ്രാഥമിക നിഗമനം. ഞങ്ങളിവിടെ അടുത്തന്നെ വീട് സാറേ, ഇവിടെ സ്കൂൾ കുട്ടികളുടെ പിള്ളേരാണ് ആദ്യം കണ്ടത് ഇത്. അപ്പോൾ അവർ വന്നിട്ട് അപ്പോൾ താഴത്തെ ഉണ്ടായിരുന്നുള്ളൂ, അവർ കെടുത്തിന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ 2-3 ആൾക്കാർ എന്നിട്ട് എന്തൊക്കെ ഈ കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവരുടെ സിഗരറ്റ് കത്തിച്ചിട്ടൊന്നും നമുക്കറിയില്ല. ഞങ്ങൾ കെടുത്തി പോയതായിരുന്നു ആദ്യമേ, പിന്നെ രണ്ടാമത് വന്നപ്പോൾ വീണ്ടും ഇങ്ങനെ മേളിൽ കത്തിപ്പോയി. എന്നിട്ട് ഞാനും അടുത്തുള്ള പഴയ മെമ്പറുണ്ട് രാധാകൃഷ്ണൻ, ഞങ്ങളെ കൂടിയിട്ടാണ് കെടുത്തിപ്പോൾ പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായത്. എത്ര നേരമായി? ഇപ്പോൾ ഒരു അരമണിക്കൂറായി സാറേ. അരമണിക്കൂറായി. ഇനി മുകളിലേക്ക് കയറി കത്തിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് അതൊക്കെ മൊത്തം കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് കത്തിയ റബ്ബറാണ് മേളിൽ നിൽക്കുന്നത്. ആ ചേട്ടായുടെ റബ്ബറൊക്കെ അപ്പുറത്ത് നിൽക്കുന്നത്. വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഞങ്ങൾ കുറച്ച് നേരം പടക്കം അതൊക്കെ വെള്ളം കൊണ്ടുപോയി പിള്ളേരൊക്കെ കൂടിയായിരുന്നു. അതൊക്കെ കെടുത്തിട്ടാണ് പോകുന്നത്. ഇനി സംഭവത്തെക്കുറിച്ച് വടക്കാഞ്ചേരി അഗ്നിശമന സേനയെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ഫയർഫോഴ്സ് എത്തുന്നതിനു മുൻപ് തന്നെ നാട്ടുകാരും പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് സംയോജിതമായി ഇടപെട്ട് തീ അണയ്ക്കുകയായിരുന്നു. തീ നിയന്ത്രണാതീതമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുന്ന സാഹചര്യമുണ്ടായാൽ ഉടൻ എത്താമെന്ന് വടക്കാഞ്ചേരി അഗ്നിശമന സേന അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. 2-2:30 സമയത്ത് ഈ മണലാടി കൊണ്ടപ്പുറം സൈഡ് അവിടെ മണ്ണെടുത്ത സ്ഥലം ഏകദേശം ആൾക്കാർക്ക് അറിയാവുന്ന പഞ്ചായത്തിൻ്റെ പെർമിറ്റ് എടുത്തിട്ടാണ് മണ്ണൊക്കെ എടുത്തത്. പക്ഷെ അവിടെ കാട് കെട്ടി കിടക്കുന്നൊരു സംഭവം ഇപ്പോഴുണ്ട്. അപ്പോൾ ഏതോ സാമൂഹിക വിരുദ്ധർ ചെയ്യുന്ന പരിപാടിയാണത്. അവർ ഇവിടെ പൂത്തൊഴിക്കാൻ കയറുക, മറ്റുള്ള മലവിസർജനമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സിഗരറ്റും വലിച്ചിട്ട് അത് ഇട്ട് പോകുന്ന പരിപാടിയാണ് ഇതുണ്ടായിരിക്കുന്നത്. അല്ലാതെ ഇത് വേറെ ആരും കത്തിക്കുന്നില്ല നമുക്കറിയാം. അവരിത് ആലോചിച്ച് ചെയ്യുന്നതല്ല. പക്ഷെ അവർ സിഗരറ്റ് കത്തിച്ചപ്പോൾ പണി നമുക്കാണ്. ഉച്ച സമയത്ത് എത്ര ഓടി നമുക്ക് വല്ല പിടിയുണ്ട്. ഈ പിള്ളേരൊക്കെ കൂടി ഞങ്ങൾ 4 ആൾ പെൺകുട്ടികളുണ്ട്. അവർ വയറ്റിൽ കൊടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ ഓടി ഇത് ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ വേറെ ബസ് വിളിച്ചിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് ഏകദേശം ഒരു നിയന്ത്രണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം. വേറെ ഒന്നും കുറച്ചൊന്നുമില്ല. ന്യൂസ് ഡെസ്ക് CCV.